ഈ പുഴയും കടന്നിലാണെങ്കിൽ കാവേരിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ വിനീതിൻ്റെ അടുത്ത് പറയുന്നതാണ് കാണാനായിട്ട് സാധിക്കുക. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ശാരദയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാവേരിയോടും മക്കളോടൊക്കെ ആയിട്ട് കഥ പറയുന്നത് കാണാൻ സാധിക്കും. ചെറുപ്പകാലത്തിൽ താൻ ഒരുപാട് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട കാവേരിയാണെങ്കിൽ വിശ്വസിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശാരദ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മോളെ, എന്താ അത്ര വിശ്വസിക്കാനില്ലാത്തത്? ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കഥയും കവിതയൊക്കെ എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ കാവേരി വളരെയധികം ഇൻട്രസ്റ്റോടു കൂടി കേട്ടിരിക്കാനായിട്ട് തുടങ്ങുന്നതാണ് കാണാനായിട്ട് കഴിയുക. ഇതിനിടയിലാണെങ്കിൽ ജയബാലനാണെങ്കിൽ ചില കളികളൊക്കെ കളിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ രാജേശ്വരിയാണെങ്കിൽ തൻ്റെ മകനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതും കാണാം. പക്ഷേ മകനാണെങ്കിൽ ഒന്നിനും സമ്മതിക്കുന്നൊന്നുമില്ല. നിവിനാണെങ്കിൽ എന്തായാലും കാവേരിയെ തന്നെ മതി എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെയാണ് വിനീതിനോട് മനസ്സ് തുറന്ന് നിവിൻ സംസാരിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതിനിടയിലാണെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ കാണാൻ കഴിയും. നമ്മുടെ ഇവളാണെങ്കിൽ അമ്മയാണെങ്കിൽ ശാരദയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാഴ്ത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് തന്നെ മകളെ അന്വേഷിക്കുന്ന ശാരദയെ കാണാനായിട്ട് സാധിക്കും. യമുന എവിടെ പോയി, യമുന വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗംഗ ശാരദയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത്ര നേരമായിട്ട് ഞങ്ങൾ വിചാരിച്ച് വന്നിട്ടുണ്ടാകുമെന്നാണ്, ഞങ്ങളതുകൊണ്ട് അന്വേഷിച്ചൊന്നുമില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവമേ, എൻ്റെ മോളിത് എവിടെ പോയി കിടക്കുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ശാരദയും കുടുംബാംഗങ്ങളും പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നമ്മുടെ കാവേരി പറയുന്നുണ്ട്, കരയല്ലേ, അവളിപ്പോൾ തന്നെ വരും എന്ന് പറയുന്നതും കാണാം. ഇതിൻ്റെ പിറകിൽ ജയബാലനാണെന്ന് നമുക്ക് കൃത്യമായും ഊഹിക്കാനായിട്ട് പറ്റും. യമുനയെ തട്ടിക്കൊണ്ട് പോയതാണ് എന്ന് നമുക്ക് കാണാനായിട്ടും സാധിക്കും. എന്തായാലും സംഭവബഹുലമായ ഒരു കഥയാണ് നടക്കാനായിട്ട് പോകുന്നത്. ഇനി യമുനയെ കണ്ടെത്താൻ കാവേരിയും ഗംഗയും വിനീതും എല്ലാവരും ഇറങ്ങുമെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.